നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും ക്ഷേമ പെൻഷൻ വിഷയം ന്യായീകരിക്കാൻ വന്ന് വെട്ടിലായി ഷാഫി പറമ്പിലും വിഷ്ണുനാഥും. സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ അയ്യരുകളിയാണ്. ഇവര് പറയുന്നത് മാത്രം കേട്ടാൽ ഇതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിക്കും. പലരും ആ വെബ്സൈറ്റിൽ കയറി നോക്കാൻ മെനക്കെടില്ല. എന്നാൽ അത് തുറന്നു നോക്കുന്നവർക്ക് കാര്യം മനസ്സിലാകും. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന്റെ ഭാഗമായി 1996 മുതൽ 2017 വരെ പെൻഷൻ തുക കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത് 75 വയസ്സിന് മുകളിലുള്ളവർക്കും ഡിസബിലിറ്റി 80% മേലെയുള്ളവർക്കുമാണ്. ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. വീഡിയോയിലെ നടന്മാരും അത് പറയുന്നുണ്ട്. പക്ഷേ ക്ഷേമ പെൻഷൻ മൊത്തമായി ഉയർത്തിയത് അവരാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. കേൾക്കുന്നവർ അങ്ങനെ കരുതട്ടെ എന്ന ലക്ഷ്യത്തോടെയുള്ള അഭിനയം. 75 വയസ്സ് കഴിഞ്ഞവർക്ക് 80% ഡിസബിലിറ്റി ഉള്ളവർക്ക് 400 ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് 900 ആക്കി വന്നിട്ടുണ്ടായിരുന്നു. 900 1200 ആക്കിയതേ വന്നു. 1200 1200 ആക്കിയതേ വന്നു. ഇറങ്ങി പോകുമ്പോൾ 1500 ആക്കി പ്രഖ്യാപിച്ച് വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടി നല്ല പറയുന്നുള്ളൂ. കൊടുത്തു എന്നുള്ള വർത്താനം പറയുന്നില്ലല്ലോ. ജനങ്ങളെ എങ്ങനെ മണ്ടന്മാരാക്കി വോട്ട് പിടിക്കാൻ എന്ന റിസർച്ചിലാണ് ഈ കൂട്ടർ. എന്നാൽ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കറിയാം ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നത് ആരാണ് എന്നും അത് വർദ്ധിപ്പിച്ചത് ആരാണ് എന്നും കൊടുക്കുന്ന സർക്കാർ ആരാണ് എന്നെല്ലാം. ക്ഷേമ പെൻഷനുകൾ 1600 ആക്കി ഉയർത്തിയത് പിണറായി സർക്കാർ വന്നതിനു ശേഷമാണ്. വെള്ളക്കടലാസും പിടിച്ച് കണക്കുകൾ നിരത്തുന്ന പോലെ കാണിച്ചാൽ ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പൊതുജനം കൺഫ്യൂഷൻ ആയി പോകട്ടെ എന്ന് കരുതിയിട്ടാവും ഈ നാടകങ്ങളൊക്കെ. യാഥാർത്ഥ്യം അറിയാൻ വിവേകമുള്ള പറഞ്ഞ വെബ്സൈറ്റൊക്കെ തുറന്നു നോക്കി ശരിയായ കാര്യം മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ജനങ്ങളാണ് കേരളത്തിൽ അധികവും.